സോ ഹേ ഗൈസ്, പുതിയൊരു സൊമാറ്റോ വീഡിയോയിലേക്ക് സ്വാഗതം. ലൈവ് സ്ട്രീം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മൂന്നാമതാണ് ഓല നിൽക്കുന്നത്. തലപ്പാക്കെട്ട് ബിരിയാണിന്നാണ് ഓർഡർ. 4.1 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് പേരൂക്കടയാണ്. റാപ്പ് റോൾ ഷവർമ എന്നാണ് ഓർഡർ. ടിക്കറ്റ് കൊടുക്കാം. 3:58 ആയപ്പോൾ വീട്ടിലെത്തി. ചെറിയൊരു കുഴപ്പമുണ്ട്. KFCയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 5 പുൽക്കാർ റൊട്ടിയാണ് ഓർഡർ. 200 രൂപ പോയി കിട്ടും. ചാർജ് 13%. ഇന്നൊരു ബുധനാഴ്ചയാണ്. ഇന്നത്തെ ഷിഫ്റ്റ് എപ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 12 to 3, പിന്നെ വൈകുന്നേരം 6 to 10. എല്ലാം കൂടെ നമുക്കൊരു 7 മണിക്കൂർ വർക്ക് ചെയ്യാനുണ്ട്. സൊമാറ്റോ എസ്റ്റിമേറ്റ് പേ പറയുന്നത് വെച്ചാൽ 550 മുതൽ 750 രൂപ വരെയാണ്. ആ ഒരു എമൗണ്ട് ഒക്കെ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. നമ്മുടെ വണ്ടിയൊക്കെ രാവിലെ 100% ചാർജായാണ്. പിന്നെ അല്ലറ ചില്ലറ ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം 76% ചാർജ് ബാക്കിയുള്ളൂ. നമ്മുടെ ബാഗ് എടുത്ത് വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മണിതാ 12 നമുക്ക് എന്തായാലും ഓൺലൈനാണ്. അങ്ങനെ ഓൺലൈൻ ആയിട്ടുണ്ട്. ഗ്യാരണ്ടീഡ് ഓർഡർ ഒന്നും ഒരിടത്തൊന്നും പറയുന്നില്ല. നമുക്ക് എന്തായാലും ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് ഓർഡർ ഒന്നും വന്നില്ലെങ്കിൽ സിറ്റിക്കകത്തോട്ട് പോവാം. പിന്നെ ഞാൻ സൊമാറ്റോ ഓടുന്നത് ലൈവ് സ്ട്രീം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുള്ളത്, ഒരു 10 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണെങ്കിൽ നിങ്ങൾ സ്ഥലമൊക്കെ കണ്ടിരിക്കേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് വന്നാൽ അത്രയും നേരം ചുമ്മാ ഇരിക്കേണ്ടി വരും. അതാണ് വേറൊരു കേസ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഫോണിന് ചെയ്യണമെങ്കിൽ ഫോണിൻ്റെ ബാറ്ററിയുടെയും പ്രശ്നമുണ്ട്. നമ്മുടെ ഫോണിലാണെങ്കിൽ ലൈവ് സ്ട്രീം ചെയ്ത ഒരു 2 മണിക്കൂറൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയിട്ട് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്ത് പറയുന്നു? അങ്ങനെ സമയം 12:30 ആയിട്ടുണ്ട്. വീട്ടിൽ ഇരുന്നിട്ട് ഇതുവരെ ഓർഡർ ഒന്നും അടിക്കുന്നില്ല. ഞാൻ വിചാരിച്ച സിറ്റിക്കകത്തോട്ട് ഇറങ്ങാമെന്ന്. ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ KFC എന്നൊക്കെ ഓർഡർ അടിക്കാൻ ചാൻസ് ഉണ്ട്. ബുധനാഴ്ച നമ്മുടെ KFCയിൽ ഓഫറില്ലേ, അതുകൊണ്ട് അവിടെ നിന്നൊക്കെ ഓർഡർ അടിക്കുക. അവിടെ നിന്ന് ഓർഡർ അടിച്ചാൽ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇന്ന് ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ നമ്മുടെ ഇലക്ട്രിക് വണ്ടിയുടെ സെയിൽസൊക്കെ എടുത്ത് ചുമ്മാ നോക്കി. കഴിഞ്ഞ മാസവും അതിൻ്റെ അങ്ങേ മാസമൊക്കെ വെച്ച് നമ്മുടെ ഓലയായിരുന്നു ഒരു 3-4 മാസം വരെ മുമ്പിൽ നിന്ന്. ഇപ്പോൾ ഓലയൊക്കെ മാറി. ഇപ്പോൾ മുന്നിൽ നിൽക്കണമെന്ന് വെച്ചാൽ TVS ആണ്. നമ്മുടെ TVSൻ്റെ iQube, ചേതക്ക്, അത് കഴിഞ്ഞാണ് ഓല. മൂന്നാമതാണ് ഓല നിൽക്കുന്നത്. ഇപ്പോൾ ഓലയുടെ സെയിൽസൊക്കെ നല്ലതുപോലെ കുറഞ്ഞു. ഒരു 4 മാസം വരെ മുമ്പ് ഭയങ്കരമായിട്ട് ഓലയുടെ സെയിൽസ് ആയിരുന്നു കൂടുതൽ. അവന്മാർ സർവീസൊക്കെ മോശവും പിന്നെ ക്വാളിറ്റി കുറവൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഇപ്പോൾ TVSന് നല്ല കച്ചവടം കേട്ടോ. പക്ഷേ അത് ഹബ് മോട്ടറാണ്. നമ്മുടെ ഓലയൊക്കെ പോലെ ചെയിൻ ഡ്രൈവുള്ള വണ്ടിയൊന്നുമില്ല. അവർക്ക് എന്തോ 3 മോഡൽ എങ്ങാണ്ടുണ്ട്. 3 ഹബ് മോട്ടർ തന്നെ. പക്ഷേ ആ വണ്ടി കാണാൻ നോർമൽ ഒരു പെട്രോൾ സ്കൂട്ടറൊക്കെ പോലെ തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ടായിരിക്കും നമ്മുടെ കുറച്ച് പ്രായമായവരൊക്കെ അത് എടുക്കുന്നത്. എനിവേ, നമ്മളിതാ ഈസ്റ്റ് കോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതുവരെ ഓർഡറൊന്നും അടിച്ചില്ല. നമുക്ക് നമ്മുടെ പാളയം റൂട്ട് പിടിക്കാം. പാളയം സംസമിന് അങ്ങോട്ടൊക്കെ പോവാം. അവിടെ നിന്നൊക്കെ വല്ല ഓർഡർ കിട്ടുമായിരിക്കും. ഓക്കെ, ഇതാ സൊമാറ്റോന്ന് അവർ കോള് വിളിച്ചൊക്കെ ഓർഡർ വരുന്നു. അതാ ഓർഡർ വരുന്നു. നമ്മളിതാ ഈസ്റ്റ് കോട്ട് എത്തിയപ്പോൾ ഇതാ ഓർഡർ വരുന്നുണ്ട്. അയ്യോ, ഒരു കറിക്കടയിൽ നിന്നാണ് ഓർഡർ. നമ്മൾ കറിക്കടയൊക്കെ കഴിഞ്ഞ് ഇതാ ഈസ്റ്റ് കോട്ട് എത്തി. ഇനി നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. സംഭവം എന്തെന്ന് വെച്ചാൽ ഇവർ ഓർഡർ നമ്മുടെ കോള് വിളിച്ചാണ് ഓർഡർ വന്നത്. നെറ്റ്വർക്ക് ഇഷ്യൂ എല്ലാം ആയിരിക്കും. കോള് വിളിച്ച് ഒണ്ണമക്കാൻ പറഞ്ഞു നമ്മുടെ ഓർഡർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ ഒണ്ണമയ്ക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്ത്. നമ്മളെ കറിക്കടയിൽ നിന്നാണ് ഓർഡർ. നമ്മൾ കറിക്കടയൊക്കെ കഴിഞ്ഞ് ഈസ്റ്റ് കോട്ട് വന്ന്. കറിക്കട നമ്മുടെ മണക്കാട് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെയാണ്. എനിവേ, അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഫസ്റ്റ് പിക്കപ്പ് ലൊക്കേഷനായ കറിക്കടയിലോട്ട് പോകും. അങ്ങനെ നമ്മൾ കറിക്കടയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി ഇതാ ഇവിടെ തണലത്തോട്ട് വെച്ചിട്ട് നമ്മുടെ ഓർഡർ എത്രയാണെന്ന് നോക്കാം. ഓർഡറൊന്നും ഇവിടെ റെഡിയായി തുടങ്ങിയില്ലെന്ന് തോന്നുന്നു. അവരിത് ആ കടയൊക്കെ തുറന്ന് സെറ്റ് ആവണേ ഉള്ളൂ എന്ന് തോന്നുന്നു. എനിവേ, നമുക്ക് നമ്മുടെ ഫോൺ എടുത്ത് നോക്കി നോക്കാം. ഓക്കെ, നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട് ചേട്ടാ. എന്ത് പറ്റിയാന്തോ പെട്ടെന്ന് റെഡിയാക്കി ചേട്ടാ. നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് കൊഞ്ച് തോരനാണ് ഓർഡർ. നമുക്ക് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളത് നോക്കാം. ഈ ഓർഡറിന് എത്ര രൂപ കിട്ടുമെന്നുള്ളത് ആദ്യം കാണിച്ചില്ല. സംഭവം അവർ നമ്മളെ കോള് വിളിച്ചാണ് ഓർഡർ തന്നത്. എനിവേ, നമ്മുടെ ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ മെഡിക്കൽ കോളേജാണ്. ഇവിടെ നിന്ന് നമ്മുടെ ഡെലിവറി ലൊക്കേഷൻ മെഡിക്കൽ കോളേജ് ഒരു എത്ര കിലോമീറ്റർ ഉണ്ടെന്നോ. അപ്പോൾ നമ്മളെ ഡെലിവറി ലൊക്കേഷൻ വരെ ഇവിടെ നിന്ന് 6.2 കിലോമീറ്റർ ഉണ്ട്. 17 മിനിറ്റ് വേണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. സിറ്റിയിലൊക്കെ നല്ല തിരക്കെന്നാണ് നമ്മളെ മാപ്പിൽ കാണിക്കുന്നത്. നമ്മുടെ ഈ വണ്ടിയുടെയും ടയർ മാറാറായി ഗൈസ്. ഫുള്ള് തേഞ്ഞ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഫുള്ള് പയ്യാണ് പോകുന്നത്. മഴയൊക്കെ വന്നാൽ ഭയങ്കര പ്രശ്നമാണ്. ഒരു വർഷം ചറക്കി വീഴാനൊക്കെ പോയി. അതിനുശേഷം നല്ല പതുക്കെയാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇന്ന് മഴക്കോളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കാർമേഘങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നതാണ്. മഴയൊക്കെ പെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമ്മുടെ സർജൊക്കെ വന്നതിന്. ഇപ്പോൾ എന്തായാലും മഴയില്ല, നല്ല വെയിലുണ്ട്. ഞാൻ എന്താ കയ്യിൽ ഗ്ലൗസൊക്കെ എടുത്തിട്ടുണ്ട്. എനിവേ, അപ്പം നമുക്ക് നേരെ നമ്മൾ ഡെലിവറി ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹൗസ് നമ്പർ 50. ഇതിനകത്തോട്ടെന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. 50, 50A, 50B എല്ലാം ഇതിനകത്തോട്ടാണ്. ഹൗസ് നമ്പർ 50. പുറത്ത് കസ്റ്റമർ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഇതാണ് ഹൗസ് നമ്പർ 50. പുറത്ത് കസ്റ്റമർ ഇല്ല. നമുക്ക് തണലത്തോട്ട് വണ്ടി ഒതുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് കസ്റ്റമറിനെ വിളിച്ച് നോക്കാം. അതാ കസ്റ്റമർ പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. വിളിക്കേണ്ടി വന്നില്ല. റീച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സാധനം കൊടുത്ത് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാം.
അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 65 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 6.6 കിലോമീറ്ററാണ്. 31 മിനിറ്റ് എടുത്ത്. ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ 5 രൂപ ഉണ്ട് കേട്ടോ. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോകാം. ഗൈസ്, അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അടുത്ത ഓർഡർ വരുന്നുണ്ട്. ദണ്ഡിക്കൽ തലപ്പാക്കട്ട് ബിരിയാണി എന്നാണ് ഓർഡർ. 48 രൂപയുടെ ഓർഡറാണ്. നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളെ റെസ്റ്റോറൻറ്റ് വരെ 2.2 കിലോമീറ്റർ ഉണ്ട്. 6 മിനിറ്റ് വേണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ദണ്ഡിക്കൽ തലപ്പാക്കട്ട് ബിരിയാണി കഴിച്ചിട്ടുണ്ടോ ഗൈസ്? ഞാൻ ദണ്ഡിക്കൽ പോയിട്ട് അവരെ മെയിൻ ആദ്യത്തെ കടയായ ദണ്ഡിക്കൽ തലപ്പാക്കട്ട് ബിരിയാണി ആ ലൊക്കേഷനിൽ പോയി ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്കത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ്. എനിക്ക് തമിഴ്നാട് ബിരിയാണിയോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ടായിരിക്കും. അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു ശനിയാഴ്ച എങ്ങാണ്ടാണ് പോയത്. നല്ല തിരക്കായിരുന്നു. വണ്ടി ഒതുക്കാനൊക്കെ നല്ല പാടായിരുന്നു. അവിടെ പോയി കഴിച്ച് എനിക്കിഷ്ടപ്പെട്ടില്ല. എനിവേ, നിങ്ങളാരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത പിക്കപ്പ് ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ പട്ടത്തുള്ള ദണ്ഡിക്കൽ തലപ്പാക്കട്ട് ബിരിയാണിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദാ സെക്യൂരിറ്റി അങ്ങോട്ട് വിളിക്കുന്നു. വണ്ടി അകത്തോട്ട് വയ്ക്കാണ്. നമുക്ക് വണ്ടി അകത്തോട്ട് തണലത്തോട്ട് വച്ചിട്ട് നമ്മുടെ ഓർഡർ ഉണ്ടായി നോക്കാം. ഓർഡർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി ഓർഡർ പിക്ക് ചെയ്തിട്ട് വരാം. 2665. അങ്ങനെ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. കുറച്ചധികം സാധനമുണ്ട്. അവരെ പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ഇതാകണ്ട. എനിവേ, ഇതുകൊണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ സാധനം പിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പിക്കഡ് കൊടുക്കാം. നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ ശാസ്തമംഗലമാണ്. ദാ ഡോണ്ട് റിംഗ് ദ ബെൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിവേ, ഇവിടം തൊട്ട് നമ്മൾ ഡെലിവറി ലൊക്കേഷനായ ശാസ്തമംഗലം വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാം. 4.1 കിലോമീറ്റർ ഉണ്ട്. 11 മിനിറ്റ് വേണമെന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഫ്ലാറ്റിലാണ് നമുക്ക് കൊണ്ടുകൊടുക്കാനുള്ള അസറ്റ് ഫ്ലാറ്റ്. നമുക്ക് വണ്ടി കൊണ്ട് അകത്തോട്ട് പാർക്ക് ചെയ്യാം. നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത് 5C സെക്യൂരിറ്റി എവിടെയൊന്നും കാണാനില്ല. എന്തായാലും നമുക്കിതുകൊണ്ട് 5C കൊടുത്തിട്ട് വരാം. കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് അവിടെ വച്ചിട്ട് പോയാൽ മതിയെന്ന്. വേറെയും ഓർഡറുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എന്തായാലും നമ്മളിത് അവിടെ വച്ചിട്ട് ഫോട്ടോ എടുത്ത് കസ്റ്റമറിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഡെലിവേഡ് കൊടുക്കാം. എത്ര രൂപ കിട്ടിക്കാണോ? 48 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 7 കിലോമീറ്ററാണ്. ഓക്കെ, 28 മിനിറ്റ് എടുത്തു. പണിയാണെങ്കിൽ 1.5 ആയിട്ടുണ്ട്. ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോകാം. ഗ്രാസ് കോപ്പർ എന്ന് പറഞ്ഞൊരു കടയിൽ നിന്ന് ഗ്യാരണ്ടീഡ് ഓർഡർ പറയുന്നുണ്ട്. ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് ഗ്യാരണ്ടീഡ് ഓർഡർ പറയുന്നുണ്ട്. എനിവേ, താഴെ ഇറങ്ങുമ്പോഴത്തേക്കും ഓർഡർ കിട്ടുമായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് സെലക്ട് ഡ്രോപ്പ് ക്ലിക്ക് ചെയ്ത് ഓർഡർ എടുക്കാം. ഉടനെ തന്നെ അടുത്ത ഓർഡർ വരുന്നുണ്ട്. സാലഡ് കഫേ എന്നാണ് ഓർഡർ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തെന്ന് വെച്ചാൽ ഇൻസെൻറ്റീവൊക്കെ അവന്മാർ മാറ്റിക്കളഞ്ഞു. മുമ്പാണെങ്കിൽ 5 ജിഗിയിൽ നിന്ന് 13 ഓർഡർ എടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ 5 ജിഗിയിൽ നിന്ന് 14 ഓർഡർ എടുക്കാം. മാർ ഫുള്ള് തേപ്പാണ്. ഇപ്പോൾ ഓർഡറും അധികം കിട്ടണതുമില്ല. എനിവേ, അടുത്ത നമ്മളെ പിക്കപ്പ് ലൊക്കേഷൻ വരെ ഇവിടുന്ന് 1.2 കിലോമീറ്റർ ഉണ്ട്. 3 മിനിറ്റ് മതി എന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. സാലഡ് കഫേ നമ്മളെ കവടിയാറാണ്. ഇത് റെസ്റ്റോറൻ്റ് അല്ല, ഒരു ക്ലൗഡ് കിച്ചൺ പോലെയൊക്കെയാണ്. നമ്മുടെ ഹെൽത്തി ഫുഡൊക്കെ കൊടുക്കുന്ന ഒരു കടയാണ്. എനിവേ, അപ്പം നമുക്ക് നേരെ അടുത്ത പിക്കപ്പ് ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ അടുത്ത പിക്കപ്പ് ലൊക്കേഷനായ സാലഡ് കഫേയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് റെസ്റ്റോറൻ്റ് അല്ല, ഞാൻ പറഞ്ഞ പോലെ ക്ലൗഡ് കിച്ചൺ പോലൊരു സെറ്റപ്പാണ്. നമുക്ക് വണ്ടി ഈ തണലത്ത് പാർക്ക് ചെയ്ത് നമ്മുടെ ഓർഡർ എന്തായാലും നോക്കാം. നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട്. സെൽഫി എടുക്കാൻ പറയുന്നു. ഹെൽമെറ്റ് വെച്ചുകൊണ്ട് സെൽഫി എടുക്കാൻ പറ്റുമുണ്ട്. ഹെൽമെറ്റ് വെച്ചുകൊണ്ട് സെൽഫി എടുക്കാൻ പറ്റില്ല. സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഹെൽമെറ്റൊക്കെ എടുത്ത് വയ്ക്കാം. ഓർഡർ റെഡി കൊടുത്തിട്ടും സാധനം ഒന്നും പുറത്ത് കാണാനില്ലല്ലോ. നമുക്ക് പോയി ചോദിച്ചോ. ഹലോ, 0414. അങ്ങനെ നമ്മൾ സാധനം കിട്ടിയിട്ടുണ്ട്. എന്തോ ഡ്രിങ്ക് ആണെന്ന് തോന്നുന്നു. ഇതുകൊണ്ട് സ്പില്ലാവാതെ നമ്മളെ വണ്ടിക്കകത്ത് വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളത് നോക്കാം. ഓക്കെ, രണ്ടും സേഫായിട്ട് നമ്മളെ വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ പേരൂക്കടയാണ്. കുറച്ച് ദൂരമുണ്ട് കേട്ടോ. ഇവിടെ തൊട്ട് പേരൂക്കട വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാം. വലിയ ദൂരമൊന്നുമില്ല ഗായ്സ്. 3 കിലോമീറ്ററേ ഉള്ളൂ. 8 മിനിറ്റ് വേണം. സംഭവം തിരക്ക്. എനിവേ, അപ്പം നമുക്ക് നേരെ അടുത്ത നമ്മളെ ഡെലിവറി ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹൗസ് നമ്പർ 150 നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളത്. ഇപ്പുറത്തെ സൈഡാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഹൗസ് നമ്പർ 159 കാണിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടെ അത് നിൽക്കുന്നു. അതാണ് കസ്റ്റമർ കേട്ടോ. എൻ്റെ കൈയാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ കസ്റ്റമർ പുറത്തിറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ആ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 34 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 4.2 കിലോമീറ്ററാണ്. 17 മിനിറ്റ് എടുത്തു. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോകാം. ഇറാനി റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഗ്യാരണ്ടീഡ് ഓർഡർ എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് സിറ്റിക്കകത്തോട്ട് തന്നെ പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തേരൂക്കടയാണ്. ചിലപ്പോൾ ആ ഇറാനി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് നേരെ പയ്യെ എക്കോ മോഡൽ കവടിയാറോട്ട് വിടാം. അതാ ഉടനെ തന്നെ അടുത്ത ഓർഡർ അടിക്കുന്നുണ്ട്. ഇറാനിൽ നിന്നായിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി ആയിരിക്കും. തന്നെ
ഇറാനി റെസ്റ്റോറൻറ്റിൽ നിന്ന് 47 രൂപയുടെ ഓർഡർ അടിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. ഇറാനി എന്ന് പറയുമ്പോൾ ആ പേരൂക്കട ജംഗ്ഷനിലാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ പോലും ഇല്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത പിക്കപ്പ് ലൊക്കേഷനായ ഇറാനി ഹോട്ടലിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഇറാനി ഹോട്ടലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് നമ്മുടെ ഓർഡർ എന്തായാലും നോക്കാം. ആ ഓർഡർ റെഡി ആയിട്ടില്ല ചേട്ടാ. ഒരു ഷവായി ചിക്കനാണ് ഓർഡർ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഡർ റെഡിയാവുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി നമ്മുടെ ഓർഡർ പിക്ക് ചെയ്തിട്ട് വരാം. നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ക്വാർട്ടർ ഷവായിയാണ്. ഇത് കൊണ്ട് നമ്മുടെ വണ്ടിയിൽ വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ കരകുളമാണ്. ഇവിടെ നിന്ന് കരകുളം വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നോക്കാം. 4.7 കിലോമീറ്റർ ഉണ്ട്. 10 മിനിറ്റ് എടുക്കുമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. കരകുളം റൂട്ട് ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മറ്റേ വീടുകളൊക്കെ ഇടിച്ച്, ഒരുപാട് വീടുകളുടെ സൈഡൊക്കെ ഇടിച്ച് മറ്റേ ഗവൺമെൻറ് എടുത്തിട്ട് റോഡെന്തോ വലുതാക്കണമെന്തോ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏതോരായെന്നൊന്നും ഒരു പിടിയില്ല. അതുവഴി വണ്ടിയൊക്കെ വിടുമെന്നും അറിഞ്ഞുകൂടാ. എനിവേ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. പോയില്ലെങ്കിൽ കുറച്ച് കറങ്ങേണ്ടിയൊക്കെ വരുമെന്ന് തോന്നുന്നു. ഓക്കെ, ഓഫ് ടു അവർ നെക്സ്റ്റ് ഡെലിവറി ലൊക്കേഷൻ. ഗൈസ്, അങ്ങനെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഫുൾ ഓഫ് റോഡാണ് കേട്ടോ. വണ്ടിയുടെ ടയറും സീനാണ്. ഇതുവഴിയൊക്കെ പോണ കാര്യം വലിയ കഷ്ടമാണ്. ഓക്കെ, നമുക്ക് ഹൗസ് നമ്പർ വല്ല ഇതിൽ കൊടുത്തിട്ടുണ്ടാകുന്നത്. കുറച്ചുകൂടെ മുകളിലോട്ട് പോകണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. നമുക്ക് മേളിൽ കയറിയിട്ട് നോക്കാം ഹൗസ് നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ടോ. ഹൗസ് നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല. ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് പോകണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. നമുക്ക് ഈ സൈഡിലോട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് കസ്റ്റമറിനെ വിളിച്ച് നോക്കാം. ഹൗസ് നമ്പർ ഒന്നും കൊടുത്തിട്ടില്ലാത്ത സ്ഥിതി. ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. പുള്ളിക്കാരൻ UPI വഴി അത് പേ ചെയ്ത്. എനിവേ ആ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 43 രൂപയാണ് കിട്ടിയത്. 4.5 കിലോമീറ്ററാണ് നമ്മൾ ഓടിയത്. 22 മിനിറ്റ് എടുത്തു. ഓക്കെ, കോച്ച് നെക്സ്റ്റ് ഓർഡർ പോവാം. സമയം 2:15. ഇനിയൊരു 45 മിനിറ്റും കൂടെയൊക്കെ വർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഉള്ളത് കരകുളത്താണ്. നമുക്ക് പേരൂക്കട റൂട്ട് പിടിക്കാം. അവിടെ പോയിട്ട് ഓർഡർ ഒന്നും കിട്ടിയില്ലെങ്കിൽ കവടിയാറ് റോട്ട് പോവാം. ഗൈസ്, ഈ കരകുളം നെടുമങ്ങാട് റോഡൊക്കെ നല്ല തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഇടയ്ക്ക് വരെ ഇതിലേ പോയപ്പോൾ, ഇടയ്ക്ക് മീൻസ് ഒരു 4-5 ദിവസം മുമ്പ് ഇതിലേ പോയപ്പോൾ ഇവിടെ ഫുള്ള് കുന്നായിരുന്നു. ഇപ്പോൾ കുന്നെല്ലാം ഇടിച്ച് നിമത്തിയിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ഫുള്ള് റോഡാവുമായിരിക്കും. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ അങ്ങനെ തന്നെ എല്ലാ കുന്നും എല്ലാം നിമത്തി ഫ്ലാറ്റാക്കി. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരുപാട് വീടുകൾ ഇടിച്ച് അവിടെയും നിമത്തി ഫ്ലാറ്റാക്കി. ഇനി കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ റോഡൊക്കെ സെറ്റ് ആവുമായിരിക്കും. നമ്മളിതാ പേരൂക്കട എത്താറായി. പേരൂക്കട എത്തും മുമ്പ് ഇവിടെ ഒരു മൺചട്ടി എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നിന്ന് ഓർഡർ അടിക്കുമെന്തോ. അവിടെ നിന്ന് ഓർഡർ അടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വയലിക്കട ബഡ്ജറ്റ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഇറാനിയിൽ നിന്നും അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് 3 അടുത്തൊന്നും അടിച്ചില്ലെങ്കിൽ നമുക്ക് കവടിയാറോട്ട് തന്നെ പോകേണ്ടി വരും. കരകുളത്തുനിന്ന് കവടിയാറ് വരെ വന്നിട്ട് ഓർഡറൊന്നും അടിച്ചിട്ടില്ല ഗായ്സ്. നമുക്ക് നമ്മുടെ സെലക്ട് ഡ്രോപ്പിൽ വല്ല ഓർഡർ ഉണ്ടാകുന്നു. ഉണ്ട് ചേട്ടാ. ഇപ്പോൾ നമുക്ക് ഓർഡർ കിട്ടുന്നതാണ്. ഞാൻ ഇത് വൈകുന്നേരം എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഓർഡറൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാമെന്നില്ല. ഓർഡർ വരുന്നുണ്ട്. റാപ്പ് റോൾ ഷവർമ എന്നാണ് ഓർഡർ. 42 രൂപയുടെ ഓർഡറാണ്. നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. ഇത് നമ്മുടെ മറ്റേ പേരൂക്കട ഉള്ള ക്ലൗഡ് കിച്ചൺ പോലത്തെ കടയാണ്. അതൊക്കെ കഴിഞ്ഞാണ് ഇങ്ങ് വന്നത്. ഞാൻ പേരൂക്കടയിൽ നിന്ന് കവടിയാറ് വരെ വെറുതെ ഓടിച്ചു വന്നു. നമുക്കിപ്പോൾ ഓർഡർ കിട്ടിയത് പേരൂക്കട. എനിവേ, ഇവിടുന്ന് ആ റെസ്റ്റോറൻ്റ് അല്ല, ഇവിടുന്ന് ആ ക്ലൗഡ് കിച്ചൺ വരെ ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ എങ്ങാണ്ട് വന്നാൽ തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ അടുത്ത പിക്കപ്പ് ലൊക്കേഷനിലോട്ട് പോകും. അങ്ങനെ നമ്മൾ അടുത്ത പിക്കപ്പ് ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് പിക്കപ്പ് ചെയ്യാനുള്ള റബൽ ഫുഡ്സ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഒരു ക്ലാസി ചിക്കൻ ഷവർമയാണ് ഓർഡർ. നമുക്ക് പോയി നമ്മുടെ ഫുഡ് പിക്ക് ചെയ്തിട്ട് വരാം. റബൽ ഫുഡ്സ് എന്നാണ്. സോ അങ്ങനെ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിലുള്ള OTP ഒക്കെ നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. അതാണ്ട് പിന്നെന്ന് എഴുതിക്കും. അതാണ് നമ്മളെ OTP 1576. ചിലയിടത്ത് നമ്മുടെ ബാർകോഡ് സ്കാൻ ചെയ്യണം, ചിലയിടത്ത് നമ്മുടെ OTP അടിച്ചു കൊടുക്കണം. ഓക്കെ, OTP വെരിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് പിക്കഡ് കൊടുക്കാം. അപ്പോൾ നമുക്കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ കുലശേഖരമാണ്. ഇതുകൊണ്ട് നമ്മുടെ ബാഗിൽ വെച്ചിട്ട് ഇവിടെ തൊട്ട് കുലശേഖരം വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാം. 5.7 കിലോമീറ്റർ ഉണ്ട്. 13 മിനിറ്റ് വേണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. മഴക്കോൾ വരുന്നുണ്ട്. എൻ്റെ ഷിഫ്റ്റ് തീരാറായപ്പോൾ കറക്റ്റ് മഴ വരുന്നുണ്ട്. മണിയാണെങ്കിൽ 2:50 ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ്. നമ്മളെ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ 3 മണി വരെ. നോക്കിയാൽ 3 മണി കഴിയുമ്പോൾ മഴയും തുടങ്ങും. എനിക്ക് റെയിൻ ചാർജും കിട്ടില്ല. എന്തൊരു കഷ്ടമാണോ എന്തോ. എനിവേ, അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഡെലിവറി ലൊക്കേഷനോട്ട് പോകാം. അങ്ങനെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹൗസ് നമ്പർ 155. 157 അതായത് കുറച്ചുകൂടെ മുന്നിലോട്ട് പോകണമെന്നാണ് തോന്നുന്നത്. ഇതാണ് കേട്ടോ. വിളിച്ചിട്ട് കോളൊന്നും ആൻസർ ചെയ്യില്ല. നമുക്ക് എന്തായാലും കോണിംഗ് ബെല്ലടിക്കാം.
അങ്ങനെ ആ ഓർഡറും ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് 10 രൂപ ടിപ്പും കിട്ടി കേട്ടോ. 48 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 7.7 കിലോമീറ്ററാണ്, 35 മിനിറ്റ് എടുത്തു. ഇപ്പോൾ നമ്മളെ ഷിഫ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്, മണി 3 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കുലശേഖരമാണ്. ഇനി നമുക്ക് വീട്ടിൽ പോകാം. വീട്ടിൽ പോയിട്ട് നോക്കാം എത്ര ഓർഡർ എടുത്ത് എത്ര രൂപ കിട്ടി, ഇൻസെൻറ്റീവ് എല്ലാം കിട്ടിയിട്ടുണ്ടാകുന്നു. ഇവിടെ നിന്ന് വീട് വരെ ഏകദേശം ഒരു 12 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. വണ്ടിയിൽ ചാർജ് ഇപ്പോൾ 46% ചാർജ് ഉണ്ട്. വീട്ടിൽ പോയിട്ട് നോക്കാം എത്ര കിലോമീറ്റർ ഓടി, എത്ര ശതമാനം ചാർജിന് ബാക്കിയുണ്ട്, എത്ര രൂപ ഏൺ ചെയ്യുന്നൊക്കെ. ഓക്കെ, ഓഫ് ടു വീട്. അങ്ങനെ 3:58 ആയപ്പോൾ വീട്ടിലെത്തി. ഇന്ന് നമ്മളെല്ലാം കൂടെ ഓടിയത് 5 ഓർഡറാണ്. 240 രൂപ കിട്ടിയുള്ളൂ. ഇൻസെൻറ്റീവ് ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ഇറങ്ങിയപ്പോൾ വണ്ടിയിൽ 76% ചാർജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 37% ചാർജ് ബാക്കിയുള്ളൂ. 39% ചാർജിൽ 51 കിലോമീറ്ററാണ് ഇന്ന് ഓടിയത്. ആ 51 കിലോമീറ്റർ ഓടിയപ്പോഴാണ് 240 രൂപ കിട്ടിയത്. സോ നമ്മൾ 12 മണിക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ 4 മണിയായി. ഏകദേശം 4 മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയത് 240 രൂപ. അപ്പോൾ ഏണിങ്സ് ഒക്കെ നല്ല കുറവാണ്. ഇൻസെൻറ്റീവ് ഒന്നും കിട്ടിയിട്ടില്ല. സാധാരണ 5 ഓർഡർ ഉച്ചയ്ക്ക് എടുക്കുമ്പോൾ 50 രൂപയെങ്കിലും ഇൻസെൻറ്റീവ് കിട്ടണേ. ഇന്ന് അതും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇൻസെൻറ്റീവ് ഒക്കെ അമ്മമാർ മാറ്റി. കഴിഞ്ഞ ആഴ്ച വരെ 13 ഓർഡർ എടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ 14 ഓർഡറായി. ഇപ്പോൾ ഓർഡേഴ്സിൻ്റെ എണ്ണവും കുറവ്. എന്തൊരു പാടാണെന്ന്. ഇനി വൈകുന്നേരം കൂടെ ഇറങ്ങുമ്പോൾ എത്ര രൂപ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ഭയങ്കര കഷ്ടം തന്നെ. ഇനി വണ്ടിയൊക്കെ ഒന്ന് ചാർജ് ചെയ്യണം. വണ്ടി ചാർജിങ് കൊടുത്തിട്ടുണ്ട്. വൈകുന്നേരം നമുക്കിനി ഒരു 6 മണിക്ക് ഇറങ്ങാം. 6 മണി വരെ ചാർജ് ചെയ്യാം. 2 മണിക്കൂറുണ്ട്. ആ ഒരു 2 മണിക്കൂർ ഒരു 40-50% ചാർജ് കയറും. ഫുഡൊന്നും കഴിക്കാതെയാണ് പോയത്. ഇപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം കാണാം. സമയം അങ്ങനെ 6 ആയിട്ടുണ്ട്. നമുക്ക് ഓൺലൈൻ ആവാം. ഓക്കെ, ഓൺലൈൻ ആയിട്ടുണ്ട്. ഗ്യാരണ്ടീഡ് ഓർഡർ ഒന്നും ഒരിടത്തൊന്നും ഇല്ല. ബുർജൽ മന്തി, ബ്രേക്ക് ടൈം കഫേ അതൊക്കെ ഉള്ളൂ. ചെറിയൊരു പ്രശ്നമുണ്ട്. സംഭവം വണ്ടിക്ക് ചാർജ് കുറവ്. വേണ്ട, 57% ചാർജേ ഉള്ളൂ. അച്ഛനാണെങ്കിൽ മറ്റേ വണ്ടി എടുത്തുകൊണ്ട് പോയി. അനിയത്തിയെ വിളിക്കാൻ വേണ്ടി നമ്മുടെ ബാക്ക് ഒരു ഈ വണ്ടി തന്നെ കൊണ്ടുപോകേണ്ടി വന്നു. അതുകൊണ്ട് കുറച്ച് ചാർജ് പോയി. പിന്നെ കുറച്ച് സമയം പോയി. ചാർജും സമയം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 70-75% ചാർജ് കയറിയേനെ. ഇപ്പോൾ 57% ചാർജേ ഉള്ളൂ. ഇന്ന് 10 മണി വരെ എടുത്തിട്ടുണ്ട്. 6 to 10. പിന്നെ നമ്മുടെ ഇൻസെൻറ്റീവ് അടിക്കാൻ പറ്റില്ലെങ്കിൽ 10 to 11 കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അത് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇൻസെൻറ്റീവ് അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ഫുൾ എല്ലായിടത്തും നിന്ന് എക്കോ മോഡിൽ പോവാം. എന്തായാലും നമുക്കൊരു 10-15 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൂടെ നമ്മളെ വണ്ടിയിൽ ചാർജ് കയറും. ബാക്ക് എടുത്ത് ഇനി വീണ്ടും സെറ്റ് ചെയ്യണം. ഓൺലൈൻ ആക്കിയതേ ഉള്ളൂ. ചാർജും ഇല്ല. ഉടനെ തന്നെ KFC ഓർഡർ വരുന്നുണ്ട്. 90 രൂപയുടെ ഓർഡറാണ്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് KFC ഒരുപാട് ഓർഡർ വരാൻ സാധ്യതയുണ്ട്. ടിപ്പും കിട്ടിയിട്ടുണ്ട് 30 രൂപ. എനിവേ നമുക്ക് ബാക്ക് എടുത്ത് സെറ്റ് ചെയ്തിട്ട് KFC-ലോട്ട് പോവാം. അങ്ങനെ നമ്മൾ വൈകുന്നേരത്തെ ആദ്യത്തെ പിക്കപ്പ് ലൊക്കേഷനായ KFC-യിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് KFC വരെ വലിയ ദൂരമൊന്നും ഇല്ലായിരുന്നു. 500-600 മീറ്റർ കണ്ടേ ഉള്ളായിരുന്നുള്ളൂ. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നമ്മുടെ ഓർഡർ എന്തായാലും നോക്കാം. റെഡി ആയെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കി നോക്കാം. മാത്രം ഡ്രിങ്ക് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്. ശകലം ഹെവി ഓർഡറാണ്. ഇതുകൊണ്ട് നമ്മുടെ ബാഗിൽ വെച്ചിട്ട് എവിടെയാണ് നമ്മളെ ഡെലിവറി എന്ന് നോക്കാം. അപ്പം നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ വണ്ടിത്തടമാണ്. ഇവിടുന്ന് വണ്ടിത്തടം വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാം. 7.3 കിലോമീറ്റർ ഉണ്ട്. 17 മിനിറ്റ് വേണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. നമ്മുടെ വണ്ടിയിൽ ചാർജ് 58% ആയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 59% ഉണ്ടായിരുന്നു. ഇനി രാത്രി വരെ ഈ ഒരു ചാർജ് പിടിച്ചിരിക്കണം. ഇന്ന് ഫുള്ള് എല്ലായിടത്തും എക്കോ മോഡിൽ പോകാനാണ് എൻ്റെ പ്ലാൻ. എനിവേ, അപ്പോൾ നമുക്ക് ഇന്ന് വൈകുന്നേരത്തെ ആദ്യത്തെ ഡെലിവറി ലൊക്കേഷനിലോട്ട് പോകാം. സോ അങ്ങനെ നമ്മൾ ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ എവിടെയാണ് ഹൗസ് നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല ആപ്പിൽ. നമ്മുടെ ഗൂഗിൾ മാപ്പിൽ പറയുന്നത് കസ്റ്റമർ ഇവിടെ ഉണ്ട്. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ കസ്റ്റമർ പുറത്തുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഡെലിവേർഡ് കൊടുക്കാം. നമുക്ക് എത്ര രൂപ കിട്ടിയെന്നോ? 101 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 8 കിലോമീറ്ററാണ്. 31 മിനിറ്റ് എടുത്ത് 30 രൂപ ടിപ്പാണ് കേട്ടോ. പിന്നെ 11 രൂപ ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോവാം. ഉച്ചയ്ക്ക് ഇപ്പോഴും എല്ലാം കൂടെ 6 ഓർഡർ ആയതേ ഉള്ളൂ. ഇനിയും നമുക്ക് 8 ഓർഡറും കൂടെ വേണം. എങ്കിലേ ഇൻസെൻറ്റീവ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 8 ഓർഡർ കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. 10 മണി വരെ നിന്നാൽ 10 to 11 കൂടെ എടുക്കേണ്ടി വരും. എടുക്കണേൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ വണ്ടിയുടെ പ്രശ്നമാണ് ഉള്ളത്. വണ്ടിയുടെ ചാർജ് ഇപ്പോൾ 52% ചാർജ് ആയിട്ടുണ്ട്. നമുക്ക് വണ്ടിയുടെ ചാർജ് ഒട്ടും നിവർത്തിയില്ലെങ്കിൽ ഇടയ്ക്ക് വീട്ടിൻ്റെ അതിലേ വല്ലതും പോകണമെങ്കിൽ മറ്റേ വണ്ടി എടുത്തുകൊണ്ട് പോകാം. ആ വണ്ടിയിലാണെങ്കിൽ ഭയങ്കര ശബ്ദം. അതിൻ്റെ ബ്രേക്ക് പാഡ് മാറാതായതുകൊണ്ട് ഭയങ്കര ശബ്ദം. നമ്മളിപ്പോൾ ഉള്ളത് വണ്ടിത്തടത്താണ്. നമുക്ക് മണക്കാടോട്ട് പോവാം. മണക്കാട് പോണ വഴിയിൽ നമ്മുടെ കമലേശ്വരത്ത് ഗ്രീൻ പിസാരിയൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ ഓർഡർ അടിച്ചാൽ കൊള്ളായിരുന്നു. ഇല്ലെങ്കിൽ മണക്കാട് പോയ അല്ലസൻ ബുർജൽ മന്തിയൊക്കെ ഉണ്ട്. ഓക്കെ, ഓഫ് ടു മണക്കാട്. അങ്ങനെ വണ്ടിത്തടത്ത് നിന്ന് കാലി അടിച്ചതാ മണക്കാട് എത്തിയപ്പോൾ ഓർഡർ അടിക്കുന്നുണ്ട്. നമുക്ക് എവിടെ നിന്ന് നോക്കാം. മണക്കാട് KFC-ന്ന് തന്നെയാണ് ഓർഡർ. അയ്യോ, ഇനി KFC പോയി ഒരുപാട് നേരം നിൽക്കേണ്ടി വരുമെന്ന്. എനിവേ ടിപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. 20 രൂപ താങ്ക്സ് ഒക്കെ പറയാം. ഇവിടെ നിന്ന് KFC ഒരു ഏകദേശം ഒരു 200-300 മീറ്റർ അങ്ങോട്ടേ ഉള്ളൂ. KFC പോയി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാനുള്ളതാണ്. എനിവേ നമുക്ക് KFC-ലോട്ട് പയ്യെ പോകാം. അങ്ങനെ നമ്മൾ KFC-യിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം.
എന്നിട്ട് നമ്മുടെ ഓർഡർ റെഡിയായി കാണുന്നുണ്ട്. ഓർഡർ നോട്ട് റെഡി, പിക്ക് നൗ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അകത്ത് കയറി നോക്കാം. അല്ലെങ്കിൽ വെയിറ്റ് ഒന്നും ചെയ്യണ്ടല്ലേ, പോയി ചോദിച്ചിട്ട് വരാം. ഡ്രിങ്ക് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ സാധനം റെഡിയാക്കി തന്നു. എന്ത് പറ്റിയാന്തോ ഇപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി തരുന്നു. എനിവേ ഇത് നമ്മുടെ ബാഗിനകത്ത് വെച്ചിട്ട് നമുക്ക് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളത് നോക്കാം. നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ പാച്ചല്ലൂരാണ്. വീണ്ടും ആ റൂട്ട് തന്നെ. ഇവിടെ നിന്ന് പാച്ചല്ലൂർ വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാം. 6.8 കിലോമീറ്റർ ഉണ്ട്. 18 മിനിറ്റ് വേണമെന്നാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് പറയുന്നത്. ഇന്ന് ഫുള്ള് KFC ആയിരിക്കും ഗൈസ്. എനിവേ അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനിലോട്ട്. സോ അങ്ങനെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു അന്ധകാരമായ റോഡാണ് ഗൈസ്. പോസ്റ്റ് ലൈറ്റൊന്നുമില്ല. നമ്മുടെ ഗൂഗിൾ മാപ്പ് പറയുന്നത് നമ്മളിവിടെ എത്തിയിട്ടുണ്ടെന്നാണ്. ഇവിടെ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണെന്നാണ് തോന്നുന്നത്. റീച്ച് കൊടുക്കാം. അങ്ങനെ ആ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 80 രൂപയാണ് കിട്ടിയത്. കസ്റ്റമർ ടിപ്പ് 20 രൂപ. പിന്നെ ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ 64 രൂപ. നമ്മൾ ഓടിയത് 6.7 കിലോമീറ്ററാണ്. 25 മിനിറ്റ് എടുത്ത്. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോകാം. നമ്മളിപ്പോൾ ഉള്ളത് പാച്ചല്ലൂരാണ്. ഇനിയും മണക്കാടോട്ട് പോകുമ്പോൾ വീണ്ടും KFC അടിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് എന്തായാലും മണക്കാട് റൂട്ട് തന്നെ പിടിക്കാം. ചിലപ്പോൾ ഗ്രീൻ പിസാരിയോ ഒന്ന് അടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ അമ്പലത്തറയുള്ള അതിൻ്റെ മുന്നിൽ കൂടെയാണ് ഞാൻ പോകാൻ പോകുന്നത്. ഓക്കെ, ഓഫ് ടു മണക്കാട്. അങ്ങനെ പാച്ചല്ലൂരിൽ നിന്ന് തിരുവല്ലത്തെത്തിയപ്പോൾ അടുത്ത ഓർഡർ അടിക്കുന്നുണ്ട്. നമുക്ക് എവിടെ നിന്ന് നോക്കാം. AMR ഹോട്ടൽ. ഇത് എവിടുത്തെ ഹോട്ടലാണെന്തോ, നേമത്തെന്നാണ് പറയുന്നത്. നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. നേമത്തൊന്നും അല്ല കേട്ടോ, നമ്മുടെ പാച്ചല്ലൂർ തന്നെ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 600-700 മീറ്റർ തിരിച്ച് മുകളിലോട്ട് പോകണം. അവിടെയാണ് ഈ ഹോട്ടൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത പിക്കപ്പ് ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ പാച്ചല്ലൂരുള്ള AMR എന്ന് പറഞ്ഞ ഹോട്ടലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഓർഡർ എന്താണെന്ന്. ഓക്കെ, ഇതാ റീച്ച്ഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓർഡർ റെഡി ആയിട്ടില്ല കേട്ടോ. ഇനിയും 7 മിനിറ്റ് എടുക്കുമെന്നാണ് പറയുന്നത്. ഒരു ബീഫ് ഫ്രൈയും 12 ബെറോട്ടയുമാണ് ഓർഡർ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഡർ റെഡിയാവുന്നവരോട് വെയിറ്റ് ചെയ്യാം. വന്നിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞത് നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഓർഡർ പിക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളത് നോക്കാം. തിരുവല്ലത്താണ് കൊണ്ട് കൊടുക്കാനുള്ളത്. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ ഡെലിവറി ലൊക്കേഷനിൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാം. 1.8 കിലോമീറ്ററേ ഉള്ളൂ. 4 മിനിറ്റ് മതി എന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. അപ്പം നമുക്ക് നേരെ അടുത്ത ഡെലിവറി ലൊക്കേഷനിലോട്ട് പോകാം. അടുത്ത ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹൗസ് നമ്പർ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. റീച്ച്ഡ് ആയെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. എനിവേ നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് കസ്റ്റമറിനെ വിളിച്ചോ. സ്വിച്ച് ഓഫ് ആണെന്നാണല്ലോ പറയുന്നത് ഗായ്സ്. നമുക്കൊന്നും കൂടെ വേറെ നമ്പറിൽ ട്രൈ ചെയ്ത് നോക്കാം. കോള് പോകണുണ്ട് കേട്ടോ, കോള് പോകണുണ്ട്. ഹലോ, സൊമാറ്റോ എന്നാണേ. ഞാൻ ഈ ജംഗ്ഷനിൽ നിൽപ്പുണ്ട്. കരയോഗം എവിടെയാണ്? ഞാൻ എന്താ ഈ മെയിൻ ജംഗ്ഷനിൽ നിൽക്കുന്നുണ്ട്. ദേവ് ബേക്കറീസ്, ഷെഫ് കിച്ചൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ജംഗ്ഷൻ. പുഞ്ചക്കരി ഈ മുകളിലോട്ടുള്ള വഴിയാണോ? റൈറ്റിലോട്ട്. ശരി ശരി ഗൈസ്, കസ്റ്റമറിനെ വിളിച്ച് ലൊക്കേഷൻ കുറച്ചുകൂടെ മുകളിലോട്ടെന്നാണ് പറയുന്നത്. ഒരുപാട് പോകണമെന്ന്. ലൊക്കേഷൻ അവർ കറക്റ്റായിട്ടൊന്നും വച്ചിട്ടില്ല. ഹൗസ് നമ്പറും കൊടുത്തിട്ടില്ല. വിളിച്ചപ്പോൾ മുകളിലോട്ട് പോകണമെന്ന് പറഞ്ഞു. എനിവേ എന്തായാലും നമുക്ക് മുകളിലോട്ട് കയറി പോയി നോക്കാം. അതോ അവിടെ ഒരു പയ്യൻ നിൽക്കുന്നു. അതാണെന്നാണ് തോന്നുന്നത്. ലൊക്കേഷൻ വലുതായിട്ടൊന്നും മാറിയിട്ടില്ലായിരുന്നു. കുറച്ച് മുകളിലോട്ടായിരുന്നു. എനിവേ ആ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 22 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 1.6 കിലോമീറ്റർ ആണ്. 16 മിനിറ്റ് എടുത്തു. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോകാം. ഇത്രയും നേരമായിട്ട് 8 ട്രിപ്പ് എടുത്തതേ ഉള്ളൂ. ഇനിയും വേണം 6 ട്രിപ്പ്. എങ്കിലേ നമ്മുടെ ഇൻസെൻറ്റീവായി 200 രൂപ കിട്ടുള്ളൂ. നമുക്ക് ഇനിയും 6 ട്രിപ്പ് കിട്ടുമെന്നുള്ളത് വലിയ പിടിയൊന്നുമില്ല. മണിതാ 7:45 കഴിഞ്ഞ്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവല്ലമാണ്. നമുക്ക് ഇവിടെ നിന്ന് നേരെ നമ്മുടെ മണക്കാട് റൂട്ട് പിടിക്കാം. മണക്കാടോട്ട് പോകണമെങ്കിൽ കുറച്ചൊക്കെ പോകണം. വണ്ടിയിൽ ചാർജ് 41% ചാർജ് ആയിട്ടുണ്ട്. എനിവേ നമുക്ക് മണക്കാടോട്ട് പോവാം. അവിടെ പോകുമ്പോൾ വല്ല ഓർഡറൊക്കെ കിട്ടുമായിരിക്കും. വീണ്ടും ചിലപ്പോൾ KFC ഓർഡർ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഓഫ് ടു മണക്കാട്. അങ്ങനെ തിരുവല്ലത്ത് നിന്ന് കാലിയടിച്ച് അമ്പലത്തറ എത്തിയപ്പോൾ അടുത്ത ഓർഡർ വരുന്നുണ്ട്. ബേക്കേഴ്സ് ആൻഡ് കേക്സി എന്നാണ് ഓർഡർ. 33 രൂപയുടെ ഓർഡറാണ്. നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. ഇത് മറ്റേ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ക്ലൗഡ് കിച്ചനാണ്. ഇവിടെ ഞാൻ മുമ്പ് പോയിട്ടുണ്ട്. അവിടെ കേക്ക്സ് അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെയാണ് ഉള്ളത്. എനിവേ അപ്പോൾ നമുക്ക് നേരെ അടുത്ത പിക്കപ്പ് ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ അടുത്ത പിക്കപ്പ് ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ വീട്ടിൽ നിന്നാണ് നമുക്ക് ഡെലിവറി എടുക്കാനുള്ളത്. റീച്ച്ഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അകത്ത് കയറി ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അങ്ങനെ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളതെന്ന് നോക്കാം.
അപ്പം നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ കരമനയാണ്. ഇവിടം തൊട്ട് കരമന വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നോക്കാം. 2.8 കിലോമീറ്ററേ ഉള്ളൂ. 8 മിനിറ്റ് വേണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. നമ്മുടെ കരമന ജംഗ്ഷനിലാണ് കേട്ടോ നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് നേരെ അടുത്ത ഡെലിവറി ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹൗസ് നമ്പർ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഗൂഗിൾ മാപ്പ് പറയുന്നത് റീച്ച്ഡ് ആയിരുന്നു. എനിവേ നമുക്ക് കസ്റ്റമറിനെ വിളിച്ചു നോക്കാം, പുറത്ത് കാണാത്ത സ്ഥിതിക്ക്. സൊമാറ്റോ എന്നാണ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഞാൻ അതിൻ്റെ മുന്നിലായിട്ടാണോ ഉള്ളത്. അങ്ങനെ ആ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എത്ര രൂപ കിട്ടി നോക്കാം. 33 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 5.4 കിലോമീറ്റർ ആണ്. 21 മിനിറ്റ്. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോവാം. ഉടനെ തന്നെ അടുത്ത ഓർഡർ വരുന്നുണ്ട്. ശർമ്മ പഞ്ചാബി ധാബ എന്നാണ്. നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ശർമ്മ പഞ്ചാബി ധാബ എന്ന് പറയുമ്പോൾ നമ്മുടെ അരിസ്ട്രോ ജംഗ്ഷനിലുള്ളതാണ്. ഇവിടെ നിന്ന് ഏകദേശം 1.5-2 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. അപ്പം നമുക്ക് നേരെ അടുത്ത പിക്കപ്പ് ലൊക്കേഷനിലോട്ട് പോവാം. ഇങ്ങനെ നമ്മൾ ശർമ്മ പഞ്ചാബി ധാബയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര റേറ്റാണ് ഗൈസ്. ഒരു ദിവസം നമ്മൾ അറിയാതെ ഇവിടെ കയറിപ്പോയി. കഴിച്ചിറങ്ങിയപ്പോൾ ബില്ലായതാണെങ്കിൽ ഹെവി എമൗണ്ടുമായി. നമ്മുടെ ഈ ചിക്കൻ ഡിഷുകളെക്കാട്ടി വിലയാണ് വെജിറ്റേറിയൻ ഡിഷുകൾക്ക് ഇപ്പോൾ. അതുകൊണ്ടായിരിക്കും ആരും ഇപ്പോൾ വെജിറ്റേറിയൻ ഡിഷൊന്നും കഴിക്കാത്ത. എനിവേ നമുക്ക് ഇതാ റീച്ചർ കൊടുക്കാം. ഓർഡർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി നമ്മുടെ ഓർഡർ പിക്ക് ചെയ്തിട്ട് വരാം. ഒരു സോയ മസാല 5 പുൽക്ക റൊട്ടിയാണ് ഓർഡർ. 5829. നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ വണ്ടിയിൽ വെച്ചിട്ട് എങ്ങോട്ടാണ് കൊണ്ട് കൊടുക്കാനുള്ളതെന്ന് നോക്കാം. ജവഹർ നഗറാണ് നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത്. നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നോക്കാം. ഇവിടം തൊട്ട് ജവഹർ നഗർ വരെ എത്ര കിലോമീറ്റർ ഉണ്ട്? 5 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ നിന്ന് 12 മിനിറ്റ് വേണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. നമ്മുടെ വണ്ടിയിൽ ഇതാ 33% ചാർജ് ആയിട്ടുണ്ട്. എക്കോ മോഡൽ ഇനി 56 കിലോമീറ്റർ ഓടുമെന്നാണ് നമ്മൾ വണ്ടി പറയുന്നത്. പക്ഷേ 56 ഓടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 40-45 മാക്സിമം അത്രയൊക്കെ ഓടുള്ളൂ. എനിവേ അപ്പം നമുക്ക് ഈ ഡെലിവറി ചെയ്തിട്ട് വരാം. സോ ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഫുൾ ഓഫ് റോഡാണ് ഗൈസ്. ഇത് നമ്മുടെ ജവഹർ നഗറാണ്. ഹൗസ് നമ്പർ 186 നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളത്. ഫുൾ ഓഫ് റോഡൊക്കെ കയറി എൻ്റെ ടയറും മോശം, ചാർജും ഇല്ല, ഫുൾ ശോകമാണ്. നമ്മുടെ വണ്ടിയുടെ ചാർജ് ഇപ്പോൾ 30% ആയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് പറയുന്നത്. കുറച്ച് ഒരു 70 മീറ്റർ കൂടെ മുന്നോട്ട് പോകണം. അങ്ങനെ നമ്മൾ ഹൗസ് നമ്പർ 186A കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതാണ് വീട്. ഓക്കെ, റീച്ച് കൊടുക്കാം. പുറത്ത് കസ്റ്റമറിനെ കാണാത്ത സ്ഥിതിക്ക് വിളിച്ചു നോക്കാം. ഹലോ, സൊമാറ്റോ എന്നാണ്. ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഓർഡറും ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഡെലിവറി കൊടുക്കാം. എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. നമുക്ക് കിട്ടിയത് 50 രൂപയാണ്. നമ്മൾ ഓടിയത് 7.5 കിലോമീറ്റർ ആണ്. 27 മിനിറ്റ് എടുത്ത്. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോകാം. ദ ഒലിവ് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ ഗ്യാരണ്ടീഡ് ഓർഡർ പറയുന്നുണ്ട്. പോണ വഴിയിലാണ് ഒലിവ് റെസ്റ്റോറൻറ്റ്. ഓർഡർ അടിച്ചാൽ കൊള്ളായിരുന്നു. വണ്ടിയുടെ ചാർജ് 30%. ഈ 30% ആകുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ മൾട്ടി ഓർഡർ അടിക്കുന്നുണ്ട്. KFC എന്നും ഗരം മസാലയെന്നും. KFCയിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. ഓക്കെ, ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ KFC എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രാൻഡ് ഫാക്ടറിയുടെ അടുത്തുള്ള KFC ആണ്. നമ്മുടെ നന്തങ്കോടുള്ള KFC. ഇവിടുന്ന് KFC വരെ ഏകദേശം ഒരു 2 കിലോമീറ്റർ അങ്ങാണ്ടുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ചാർജിൻ്റെ കേസ് 30 നിന്ന് കുറഞ്ഞ് 29 ആയിട്ടുണ്ട്. 29 ചാർജ് ആകുമ്പോൾ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ടെൻഷനൊന്നുമില്ല. കുറേ നാൾ ഓടിയിട്ടുള്ളതുകൊണ്ട് ഈ വണ്ടി ഏതൊരു ഓടുമെന്നൊക്കെ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഒരു 5-ന് താഴെയൊക്കെ പോകുമ്പോഴാണ് ടെൻഷൻ പറഞ്ഞത്. 5-ന് താഴെ പിന്നെ ഒരു 3% ചാർജായാൽ വണ്ടി ഓടില്ല. നമുക്കെന്തായാലും ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ആ ഒരു രീതിയിൽ പോവുകയാണ്. എനിവേ, അപ്പം നമുക്ക് നേരെ നമ്മൾ ഫസ്റ്റ് പിക്കപ്പ് ലൊക്കേഷനായ KFCയിലോട്ട് പോവാം. സോ അങ്ങനെ നമ്മൾ KFCയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി ഇങ്ങോട്ട് വയ്ക്കാം. അവിടെ ഭയങ്കര തിരക്ക് ഇല്ലെന്നുള്ളത്. ഓക്കെ, ഒരു ഓർഡർ ക്യാൻസൽ ആയിട്ടുണ്ട് കേട്ടോ. ഗരം മസാല എന്നുള്ള ഓർഡർ ക്യാൻസൽ ആയിട്ടുണ്ട്. ഗരം മസാല എന്ന ഓർഡർ പിക്ക് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സംഭവം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഗരം മസാല എന്ന ഓർഡർ പിക്ക് ചെയ്യേണ്ടെന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും അകത്ത് കയറി ചോദിക്കാം ഓർഡർ എന്തരാണ്. വിളിച്ചോ ബ്രോ? താങ്ക്സ്. എന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ ഓർഡർ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് നമ്മൾ ആ വണ്ടിക്കകത്ത് വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളത് നോക്കാം. എന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഇന്ന് പോയ KFCയിലെല്ലാം ഓർഡർ പെട്ടെന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. ഇന്ന് എൻ്റെ സമയം കൊള്ളാൻ തോന്നുന്നു. എനിവേ, ഇത് നമ്മുടെ ബാഗിനകത്ത് വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളത് നോക്കാം. നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ പാളയമാണ്. ഇവിടുന്ന് പാളയം വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 2 കിലോമീറ്ററേ ഉള്ളൂ. 5 മിനിറ്റ് മതി എന്നാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനിലോട്ട് യാത്രയാവാം. സോ അങ്ങനെ നമ്മൾ ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹൗസ് നമ്പർ E30. കുറച്ചുകൂടെ മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് പറയുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം.
നമുക്ക് വിളിക്കേണ്ടിയൊന്നും വന്നില്ല, കസ്റ്റമർ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് റീച്ച്ഡ് കൊടുത്തിട്ട് ഡെലിവേർഡ് കൊടുക്കാം. നമുക്ക് എത്ര രൂപ കിട്ടിക്കാണുമോ? 27 രൂപ കിട്ടിയുള്ളൂ. ചെറിയൊരു ഡെലിവറി ആയിരുന്നു. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോവാം. ബാർബിക്യൂ സ്പൈസിൽ നിന്നൊക്കെ ഗ്യാരണ്ടീഡ് ഓർഡർ പറയുന്നുണ്ട്. ബാർബിക്യൂ സ്പൈസിൽ നിന്ന് തന്നെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. 34 രൂപയുടെ ഓർഡറാണ്. നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. സോ ഇവിടുന്ന് ബാർബിക്യൂ സ്പൈസ് വരെ ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അകത്തേ ഉള്ളൂ. നമ്മളിപ്പോൾ ഉള്ളത് വഴുതക്കാടാണ്. വഴുതക്കാട് തന്നെയാണ് നമ്മളെ ബാർബിക്യൂ സ്പൈസ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ അടുത്ത പിക്കപ്പ് ലൊക്കേഷനായ ബാർബിക്യൂ സ്പൈസിലോട്ട് പോകും. അങ്ങനെ വഴുതക്കാടുള്ള ബാർബിക്യൂ സ്പൈസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് ബാർബിക്യൂ സ്പൈസ്. നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ വണ്ടി വെച്ചിട്ട് നമ്മുടെ ഓർഡർ എന്തായാലും നോക്കാം. ഓർഡർ റെഡി ആയിട്ടില്ല, ഇനിയും 3 മിനിറ്റ് എടുക്കുമെന്നാണ് പറയുന്നത്. ഒരു ചിക്കൻ റൊമാലി ഷവർമയാണ് ഓർഡർ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഡർ റെഡി ആവുന്നവരോട് വെയിറ്റ് ചെയ്യും. അങ്ങനെ വന്നൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി പിക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളതെന്ന് നോക്കാം. കാഞ്ഞിരംപാറയാണ് നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത്. ഇവിടെ തൊട്ട് കാഞ്ഞിരംപാറ വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമ്മുടെ ഗൂഗിൾ മാപ്പിലോട് ചോദിക്കാം. 3.7 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഡെലിവറി ലൊക്കേഷൻ വരെ 8 മിനിറ്റ് വേണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. നമ്മുടെ ശാസ്തമംഗലം തൊട്ട് നമ്മുടെ അട്ടക്കുളങ്ങര വരെയുള്ള റോഡ് ഇപ്പോൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇത് സ്മാർട്ട് റോഡ് എന്നൊക്കെയാണ് പറയണത്. ഇനി മുതൽ ഈ റോഡ് കുഴിക്കുകയൊന്നുമില്ല. ഇവിടെ എല്ലായിടത്തും സ്മാർട്ട് സിറ്റി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ലൈറ്റൊക്കെ വെച്ച് അടിപൊളിയാക്കി. ഈ ഒരു ട്രാക്ക് എന്ന് പറഞ്ഞാൽ പച്ച കളറുണ്ട്. ഈ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് നമ്മുടെ സൈക്കിൾ ചവിട്ടി പോണവർക്ക് വേണ്ടിയുള്ള ട്രാക്കാണ്. ഇപ്പോൾ എല്ലാവരും വണ്ടി പാർക്ക് ചെയ്യാനാണ് ആ ഒരു ട്രാക്ക് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ എനിവേ നമുക്ക് നേരെ നമ്മളെ ഡെലിവറി ലൊക്കേഷനിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഫ്ലാറ്റിലാണ് നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളത്. ഇവിടെ 2-3 ഫ്ലാറ്റ് ഉണ്ട്. ഏത് ഫ്ലാറ്റിലാണെന്ന് നമ്മുടെ മൊബൈൽ എടുത്ത് നോക്കാം. പൈൻ ട്രീയിലാണ് നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളത്. ഇതാണ് പൈൻ ട്രീ. ഫ്ലാറ്റിൽ പോകുമ്പോൾ ഇതെന്ന് വെച്ചാൽ എല്ലാം എഴുതി കൊടുത്തിട്ടൊക്കെ പോകാൻ പറ്റും. ഫ്ലാറ്റുകാരൊരു പോളിസിയാണ്. നമുക്ക് 6ാമത്തെ ഫ്ലോറിലാണ് ഇത് കൊണ്ട് കൊടുക്കാനുള്ളത്. ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. ക്യാഷ് കൈ കിട്ടിയിട്ടുണ്ട്. ക്യാഷ് കളക്റ്റായിട്ട് കൊടുത്തിട്ട് ഡെലിവേർഡ് എടുക്കാം. നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. ഓർഡർ ഡെലിവറി ചെയ്തപ്പോൾ 30 രൂപയാണ് കിട്ടിയത്. ഉടനെ തന്നെ അടുത്ത ഓർഡർ വരുന്നുണ്ട്. KFC എന്നാണ്. 48 രൂപയുടെ ഓർഡറാണ്. നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. 30 രൂപ അല്ലേ ഗൈസ്? ലാസ്റ്റ് നമ്മളിപ്പോൾ കൊടുത്ത ഓർഡർ നമുക്ക് 38 രൂപയാണ് കിട്ടിയത്. അടുത്ത ഓർഡർ KFC ആണ്. ഇത് എവിടെ ഉള്ള KFC ആണെന്ന് ഞാൻ നോക്കാൻ വിട്ടു ചേട്ടാ. ഇന്ന് KFC എന്ന് എടുക്കണ 4ാമത്തെ ഓർഡറാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നേരെ നന്ദാവനത്തുള്ള KFCയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ വീണ്ടും KFCയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് നമ്മുടെ ഓർഡർ എന്തായാലും നോക്കാം. റീച്ച്ഡ് കൊടുത്തിട്ടുണ്ട്. ഓർഡർ റെഡിയായെന്നാണ് പറയുന്നത്. എനിവേ നമുക്ക് അകത്ത് കയറി ഒന്ന് നോക്കാം ഓർഡറിൻ്റെ അവസ്ഥ എങ്ങനെയാണ്. ഓർഡർ അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഒരു 10 മിനിറ്റ് വെളിയിൽ പോയി വെയിറ്റ് ചെയ്തിട്ട് അകത്ത് പോയി നോക്കാം. അവിടെ ഭയങ്കര തിരക്ക്. വെറുതെ എന്തിനും എല്ലാവരും കൂടെ കയറി ആ തിരക്കിൻ്റെ ഇടയിൽ നിൽക്കുന്നത്. എനിവേ നമുക്ക് അവിടെ പോയി വെയിറ്റ് ചെയ്യും. സമയം എന്താ 9:56 ആയിട്ടുണ്ട്. നമ്മുടെ ഓർഡർ റെഡിയായോ എന്ന് അറിഞ്ഞുകൂടാ. അതൊന്ന് കയറി നോക്കണം. വേറൊരു പ്രശ്നമുള്ളത്, നമ്മളിതാ ഇതുവരെ 12 ഓർഡർ എടുത്തിട്ടുള്ളൂ. 14 ഓർഡർ കിട്ടിയാലേ നമ്മുടെ ഇൻസെൻറ്റീവ് കംപ്ലീറ്റ് ആവുള്ളൂ. ഈ ഓർഡർ പോരാഞ്ഞിട്ട് ഒരു ഓർഡറും കൂടെ എടുക്കണം. അതിനുവേണ്ടി ഒരു ജിഗും കൂടെ എടുത്താലേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ ജിഗ് ഉണ്ടെങ്കിൽ ജിഗ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. വേറൊരു കാര്യമുള്ളത്, നമ്മുടെ വണ്ടിയിൽ 21% ചാർജേ ഉള്ളൂ. ഞാൻ രണ്ടും കൽപ്പിച്ച് ജിഗ് ഉണ്ടെങ്കിൽ ജിഗ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബുധനാഴ്ചത്തേക്കുള്ള ജിഗ് 10 to 11 ഉണ്ട്. എനിവേ നമുക്ക് നമ്മുടെ ഓർഡർ റെഡിയായോ അകത്ത് കയറി ഒന്ന് ചോദിച്ചിട്ട് വരാം ബ്രോ. അങ്ങനെ 27 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ വണ്ടിയിൽ വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളതെന്ന് നോക്കാം. തിരുമലയാണ് നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത്. ഇവിടെ തൊട്ട് തിരുമല വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമ്മളെ ഗൂഗിൾ മാപ്പിൽ നോക്കാം. 5.3 കിലോമീറ്റർ ഉണ്ട്. 11 മിനിറ്റ് വേണമെന്നാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് പറയുന്നത്. നമ്മുടെ വണ്ടിയിൽ ചാർജ് 21%. എക്കോ മോഡൽ 34 കിലോമീറ്റർ ഓടുമെന്നാണ് നമ്മുടെ വണ്ടി പറയുന്നത്. ഇതും കൊടുത്ത് ഇനി ഒരു ഓർഡറും കൂടെ എടുത്തിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. എങ്കിലേ നമ്മുടെ ഇൻസെൻറ്റീവ് കംപ്ലീറ്റ് ആവുള്ളൂ. 200 രൂപ കിട്ടുള്ളൂ. ഇതുകൊണ്ട് കൊടുക്കാനുള്ളത് തിരുമലയാണ്. തിരുമല ജംഗ്ഷനിൽ തന്നെയാണ് ഇത് കൊണ്ട് കൊടുക്കാനുള്ളത്. അതിൻ്റെ അവിടെ ബ്രേക്ക് ടൈം കഫേ ഉണ്ട്. അവിടെ നിന്ന് ഒരു ഓർഡറും കൂടെ അടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, എനിവേ ഓഫ് ടു തിരുമല. അങ്ങനെ നമ്മൾ ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹൗസ് നമ്പർ 40, ഹൗസ് നമ്പർ B40. ഇതിനകത്തോട്ടെന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. സോ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ കസ്റ്റമർ പുറത്തിറങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഓർഡർ ഡെലിവേർഡ് കൊടുക്കാം. നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 53 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 7.8 കിലോമീറ്ററാണ്. 57 മിനിറ്റ് എടുത്ത്. 57 മിനിറ്റ് എടുത്തെന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റ് ലേറ്റ് ആയതുകൊണ്ടാണ്. KFC ലേറ്റ്. ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് എന്തായാലും ലേറ്റ് ആകും. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോകാം. നമ്മൾ ഒരു ജിഗും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു 10 to 11. നമുക്കിനി ഒരു ഓർഡറും കൂടെ വേണം. അതും കൂടെ കംപ്ലീറ്റ് ചെയ്താലേ ഇൻസെൻറ്റീവായി 200 രൂപ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അത് കിട്ടില്ല. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ തിരുമലയിലാണ്. തിരുമല ജംഗ്ഷനിൽ ബ്രേക്ക് ടൈം കഫേ ഉണ്ട്. അവിടെ നിന്ന് ചിലപ്പോൾ ഓർഡർ അടിക്കും. അല്ലെങ്കിൽ കുമാർ കഫേയിലോട്ട് പോകേണ്ടി വരും. വണ്ടിയിലെ ചാർജാണ് വിഷയം. 18% ചാർജേ ഉള്ളൂ. എക്കോ മോഡൽ 27 കിലോമീറ്ററേ ഓടുള്ളൂ എന്നാണ് പറയുന്നത്.
ഒരു ലോങ് ആയിട്ട് അടിച്ച് വന്നാൽ ഞാൻ തേയും. എനിക്ക് ഒരു ഷോർട്ട് ഡെലിവറി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒരു 20 രൂപ ഡെലിവറി ആയാലും കുഴപ്പമില്ല. അത് ഡെലിവറി ചെയ്തിട്ട് നേരെ വീട്ടിൽ പോകാം. സെലക്ട് ആൻഡ് ഡ്രോപ്പിൽ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇല്ല ചേട്ടാ, കറൻ്റ്ലി നോ ഓർഡേഴ്സ് അവൈലബിൾ. ഇവിടെ നിന്ന് കുമാർ കഫേ വരെ പോയാൽ ചിലപ്പോൾ കുമാർ കഫേയിൽ നിന്ന് ഓർഡർ അടിക്കും. കുമാർ കഫേയിൽ നിന്ന് ലോങ് അടിച്ചാൽ ഞാൻ തേയും. ഒരു 5 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് രണ്ടും കൽപ്പിച്ച് നമ്മുടെ കുമാർ കഫേയിൽ അങ്ങോട്ട് പോവാം. ഓക്കെ, ഇവിടെ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ആ ബ്രേക്ക് ടൈം കഫേയിൽ നിന്ന് ഓർഡർ വരുന്നുണ്ട്. 49 രൂപയുടെ ഓർഡറാണ്. നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു 5 കിലോമീറ്ററിനകത്തേ കാണുള്ളൂ. ഇതും കൂടെ കൊടുത്തിട്ട് നമുക്ക് വീട്ടിൽ പോകാം. ഓക്കെ, നമ്മൾ ബ്രേക്ക് ടൈം കഫേയിൽ അവിടെ തന്നെ നിൽക്കുന്നത്. നമ്മുടെ ഓർഡർ റെഡി ആയിട്ടില്ല. ചിക്കൻ ഷവർമ റോളാണ് ഓർഡർ ചെയ്തത്. അതാണ് ബ്രേക്ക് ടൈം കഫേ. നമുക്ക് അതിൻ്റെ അങ്ങോട്ട് പോയി നിൽക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി ഓർഡർ പിക്ക് ചെയ്തിട്ട് വരാം. ബ്രോ, ഓക്കെ, ഇതാ സാധനം പിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാർകോഡൊക്കെ സ്കാൻ ചെയ്യാം. നമുക്ക് കൊടുക്കാനുള്ള ലൊക്കേഷൻ പേരൂക്കടയാണ്. അയ്യോ, പേരൂക്കട. ഇതുകൊണ്ട് കൊടുത്തിട്ട് വീട് വരെ പോകണമല്ലോ. എനിവേ, ഇവിടെ നിന്നിട്ട് പേരൂക്കട വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാം. 6.2 കിലോമീറ്റർ ഉണ്ട്. 12 മിനിറ്റ് വേണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. ഗൈസ്, നമ്മുടെ വണ്ടിയിൽ ചാർജ് 17%, 26 കിലോമീറ്റർ ഓടുമെന്നാണ് പറയുന്നത്. ഇവിടെ തൊട്ട് പേരൂക്കട പോയിട്ട് പേരൂക്കടയിൽ നിന്ന് വീട് വരെ ഒരു എങ്ങനെയെങ്കിലും ഒരു 12 കിലോമീറ്റർ എങ്ങാണ്ട് കാണും. എത്തുമെന്ന് തോന്നുന്നു. എത്തിയാൽ മതിയായിരുന്നു. ഓക്കെ, എനിവേ, ഓഫ് ടു പേരൂക്കട. അങ്ങനെ നമ്മൾ ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹൗസ് നമ്പർ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. അറൈവ്ഡ് ആയെന്ന് നമ്മുടെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നുണ്ട്. ഇവിടെയൊന്നും കസ്റ്റമറിനെ കാണാനില്ലല്ലോ. ലൊക്കേഷനിൽ എത്തിയപ്പോൾ തന്നെ ആ കസ്റ്റമർ ഇറങ്ങി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡെലിവേർഡ് എടുക്കാം. നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 56 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 6.1 കിലോമീറ്ററാണ്. 21 മിനിറ്റ് എടുത്ത്. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോയിട്ട് പെട്ടെന്ന് തന്നെ ഓഫ്ലൈൻ നോക്കാം. അതിന് മുമ്പ് ഓർഡർ വന്നാൽ പണി കിട്ടും. ഓക്കെ, നമ്മളിതാ 14 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിയിൽ ചാർജ് ഇതാ 13% ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഊളംപാറയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വീട് വരെ ഏകദേശം ഒരു 12-13 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. എക്കോ മോഡലിൽ ഇനി പോകാൻ പറ്റുള്ളൂ. ഈ വണ്ടിക്ക് പിന്നെ 15% താഴോട്ടായാൽ പിന്നെ എക്കോ മോഡലിലേ പോവുള്ളൂ. 20% താഴോട്ടായാൽ പിന്നെ നമ്മുടെ സ്പോർട്സ് മോഡ് വർക്കാവില്ല, നോർമലിലേ പോവുള്ളൂ. പിന്നെ 15% വരെ നമ്മുടെ ക്രൂയിസ് കൺട്രോളൊക്കെ വർക്ക് ചെയ്യും. 15-ന് താഴെ പോയാൽ ക്രൂയിസ് കൺട്രോൾ കട്ടാവും. ഇതെന്തായാലും വീടെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് നോക്കാം. ഇന്ന് എത്ര രൂപ കിട്ടി, എത്ര കിലോമീറ്റർ ഓടി, വീടെത്തുമ്പോൾ ബാക്കി എത്ര ശതമാനം ചാർജ് ഉണ്ടെന്നൊക്കെ. ഓക്കെ, ഓഫ് ടു വീട്. അങ്ങനെ 11 കാലമായപ്പോൾ വീട്ടിലെത്തി. ഇന്ന് നമ്മളെല്ലാം കൂടെ 14 ഓർഡർ എടുത്തിട്ടുണ്ട്. ഇൻസെന്റീവ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 200 രൂപ കിട്ടി. നമുക്ക് എല്ലാം കൂടെ കിട്ടിയത് 854 രൂപയാണ്. ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ വണ്ടിയിൽ 6% ചാർജ് ഉണ്ട്. ഇനി 6 കിലോമീറ്റർ ഓടുമെന്നാണ് പറഞ്ഞത്. കറക്റ്റ് ഈ ഒരു 6% ചാർജിൽ വീട്ടിൽ എത്തി നന്നായി. ഒരു 3% താഴെ പോയാൽ പിന്നെ വണ്ടി ഓടൂല. ഇന്നെല്ലാം കൂടെ 124 കിലോമീറ്റർ ഓടി. അത്രയും ഓടിയപ്പോഴാണ് 854 രൂപ കിട്ടിയത്. ഇപ്പൊ വന്ന് ഭയങ്കര ശോകം. ഇപ്പൊ ഒരു പെട്രോൾ വണ്ടിയാണ് ഓടിയിരുന്നെങ്കിൽ ഒരു 200 രൂപ 210 രൂപയ്ക്കെങ്കിലും പെട്രോൾ അടിക്കേണ്ടി വന്നേനെ. അതും കൂടെ അപ്പൊ ഇതിൽ നിന്ന് കുറവ് വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന എത്ര രൂപ, 650 രൂപ. ഇന്ന് 8 മണിക്കൂറാണ് ഞാൻ വർക്ക് ചെയ്തത്. എന്നിട്ടും ഈ ഒരു എമൗണ്ടേ കിട്ടിയുള്ളൂ. ഇപ്പൊ ഓർഡേഴ്സ് ഒക്കെ നല്ല കുറവ്, എമൗണ്ട് കുറവ്, ഇൻസെന്റീവ് ഒക്കെ കുറച്ച്. അപ്പൊ ഇതായിരുന്നു സൊമാറ്റോയിൽ ഇപ്പോഴത്തെ ട്രിവാൻഡ്രത്തെ അവസ്ഥ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്തൊരു വീഡിയോ കാണാം.